അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിൽ പലരും മടി, അലസത, ക്ഷീണം, അതുപോലെ വീട്ടുജോലി, പിന്നെ വേറെ എവിടെയെങ്കിലും പുറത്ത് പോയത്, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നിസ്കാരം ഖളാ ആകാറുണ്ട്. അങ്ങനെ നമ്മൾ ഖളാ ആയ നമസ്കാരം എത്ര എന്ന് പോലും ആർക്കും അറിയില്ല. കാരണം നമ്മളത് ഓർത്ത് വെക്കില്ല, ഇത്ര നിസ്കാരം ഖളാ ആയിന്, അല്ലെങ്കിൽ ഇത്ര വർഷമായി നമ്മൾ നിസ്കാരം ഖളാ ആയിട്ടെന്ന് ഓർത്ത് വെക്കില്ല. അപ്പോൾ ആ നിസ്കാരമൊക്കെ ഖളാ വീട്ടണമെങ്കിൽ എങ്ങനെ, എത്ര, അപ്പോൾ അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരം നമസ്കരിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള പല ഡൗട്ടുകളാണ് എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് നമസ്കാരം, അല്ലേ? ഒരാൾ നമസ്കാരം ക്ലിയറായ അള്ളാഹു അവൻ്റെ ബാക്കിയുള്ള എല്ലാ അമലുകളും ക്ലിയറാക്കി സ്വീകരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഖളാ വീട്ടേണ്ടതുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഖളാ വീട്ടി തുടങ്ങേണ്ടതാണ്. കാരണം നമ്മൾ സുന്നത്ത് നമസ്കരിക്കുന്നത് തഹജ്ജുദ്, അങ്ങനെയുള്ള തഹജ്ജുദ് നമസ്കാരം, അല്ലെങ്കിൽ ഫർള് നമസ്കാരത്തിൻ്റെ കൂടെയുള്ള സുന്നത്ത് നമസ്കാരം, അങ്ങനെയുള്ള എന്ത് സുന്നത്ത് നമസ്കാരമായാലും നമസ്കരിക്കുന്നത് ഹറാമാണ്. കാരണം നമുക്ക് നിർബന്ധമാക്കപ്പെട്ട നിസ്കാരം അവിടെ ബാക്കി നിൽക്കെ സുന്നത്ത് നമസ്കരിക്കൽ നമുക്ക് പാടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ സുന്നത്ത് നമസ്കരിക്കേണ്ട സമയത്ത് നമ്മൾ ഖളാ വീട്ടി തുടങ്ങണം. പക്ഷേ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൊല്ലത്തിലൊരിക്കൽ വരുന്ന സുന്നത്ത് നമസ്കാരം, ഉദാഹരണം തറാവി നമസ്കാരം, പെരുന്നാൾ നമസ്കാരം, ഇത് നിർവഹിക്കാവുന്നതാണ് കേട്ടോ. അത് കൊല്ലത്തിൽ വരുന്നതല്ലേ. ഡെയിലി വരുന്ന സുന്നത്തുകൾ, അതുപോലെ തസ്ബീഹ് നമസ്കാരം, അങ്ങനെയുള്ള സുന്നത്ത് നമസ്കാരമാണ് പാടില്ലാത്തത്. ഈ കൊല്ലത്തിൽ വരുന്ന നമസ്കാരം നമുക്ക് നിർവഹിക്കാം. മഹ്ശറയിൽ വെച്ച് വിചാരണ ചെയ്യപ്പെടുമല്ലേ, അന്നേരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ആദ്യമായി ഒരു മനുഷ്യൻ്റെ സൽക്കർമ്മങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ഫസ്റ്റ് നമസ്കാരത്തെ പറ്റിയാണ്. നമസ്കാരം ശരിയാണെങ്കിൽ അവൻ്റെ ബാക്കി എല്ലാ അമലുകളും സ്വീകരിക്കും. അത് ക്ലിയർ അല്ലെങ്കിൽ അടുത്തതായിട്ട് ചോദിക്കപ്പെടുന്നത് അവൻ്റെ സുന്നത്ത് നമസ്കാരങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഖളാ ചെയ്തുകൊണ്ട് നമ്മൾ ഖളാ ചെയ്യേണ്ട കാര്യങ്ങൾ ഖളാ ചെയ്ത് തീർക്കുക. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുക. നമസ്കാരം ഖളാ ആക്കുന്നവൻ്റെ സ്ഥാനം എന്ന് പറയട്ടെ, നായയുടെ സ്ഥാനത്തേക്കാൾ തരം താഴ്ന്നവൻ എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ നമ്മളിൽ പലരും തോന്നുമ്പോൾ നമസ്കരിക്കുന്നവരുണ്ട്. അവർക്ക് നമസ്കാരം എത്ര ഖളാ ആയെന്നോ അല്ലെങ്കിൽ എത്ര എന്തോ ഒന്നും അറിയില്ല. നമ്മൾ തോന്നുമ്പോൾ മഗ്‌രിബാണെങ്കിൽ മഗ്‌രിബ് മാത്രം നമസ്കരിക്കും ഒരു ദിവസം, അല്ലെങ്കിൽ സുബഹിയാണെങ്കിൽ സുബഹി മാത്രം, അങ്ങനെ പലരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഖളാ വീട്ടേണ്ടത് എത്ര എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഖളാ വീട്ടേണ്ടത്, സുന്നത്ത് നമസ്കരിക്കൽ ഹറാമാണ്, ഖളാ വീട്ടാതെ സുന്നത്ത് നമസ്കരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഫസ്റ്റ് ഖളാ വീട്ടി തുടങ്ങണം. അപ്പോൾ നമ്മൾ ഇന്ന് ഖളാ വീട്ടി തുടങ്ങുന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഖളാ വീട്ടി തുടങ്ങും എന്ന് മനസ്സിൽ കരുതണം. കാരണം നമ്മൾ ഇന്ന് ഖളാ വീട്ടി നാളെ മരിക്കുകയാണെങ്കിൽ പഠിച്ച റബ്ബ് അത് സ്വീകരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഖളാ വീട്ടി തുടങ്ങുന്നത് ഇന്ന് മുതൽ തുടങ്ങും എന്നുള്ളതും, അതുപോലെ ഇന്ന് മുതൽ തുടങ്ങുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിയ്യത്ത് മനസ്സിൽ കരുതിയതിന് ശേഷം ഖളാ വീട്ടി തുടങ്ങുക. ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ അസർ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അസറിൻ്റെ മുമ്പ് ഒരു സുന്നത്ത് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് ഖളാ വീട്ടുക. അതിന് ശേഷം ഒരു അസർ നമസ്കാരം, പിന്നെ നമസ്കരിച്ചതിന് ശേഷം ഫർള് നമസ്കരിച്ചതിന് ശേഷം പിന്നെയും സുന്നത്തുണ്ടല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് വീണ്ടും അസർ തന്നെ ഖളാ വീട്ടുക. അങ്ങനെ ആകുമ്പോൾ 2 നമസ്കാരമായി അല്ലേ. അപ്പോൾ അതുപോലെ സുന്നത്ത് നമസ്കാര സമയങ്ങളിൽ നമ്മൾ ഖളാ വീട്ടി തുടങ്ങുക. അപ്പോൾ അതെങ്ങനെയെന്ന് എത്ര എന്നുള്ളത് വർഷത്തിൽ നമ്മൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, നമ്മൾ ഇത്ര വർഷമായി നമ്മൾ നമസ്കരിച്ചിട്ട്, അല്ലെങ്കിൽ ഇത്ര വർഷമായി ഞാൻ ക്ലിയറായിട്ട് ഖളാ ആക്കാണ്ട് നിസ്കരിക്കുന്നത്, അതിന് മുമ്പുള്ള ഇത്ര വർഷമാണ്, നമുക്ക് എത്ര വയസ്സായി എന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് ഒരു വർഷത്തിന് നമസ്കാരം എത്രയുണ്ട് എന്ന് കണക്ക് കൂട്ടി എഴുതി വെക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഓരോ ദിവസവും ഒരു സുമാർ, നമ്മളിപ്പോൾ 15 വർഷമായി നമസ്കാരത്തിൽ ഖളാ ആക്കുന്നതെങ്കിൽ 15ൽ കൂടുതലാണെങ്കിൽ ആ 15ൽ കൂടുതലുള്ളത് കണക്കിൽ എടുക്കുക, എന്നിട്ട് അത് നമസ്കരിച്ച് തുടങ്ങുക. അങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്രയെന്നൊന്നും ഉണ്ടാവില്ല കണക്ക്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ അതുപോലെ എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ നമസ്കരിക്കുന്നതിന് അത് ടിക്കിടുകയോ അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരികയോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഖളാ വീട്ടേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.